നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും ആളുകൾ ജോലി അന്വേഷിച്ച് പോകുന്ന പ്രധാനപ്പെട്ട നഗരങ്ങളിലൊന്നാണ് ബാംഗ്ലൂർ. അപ്പോൾ ആ ഒരു നഗരത്തിലോട്ട് ഇതേപോലെ ജോലി അന്വേഷിച്ചും മെച്ചപ്പെട്ടൊരു ജീവിതശൈലിക്കും വേണ്ടിയാണ് 19 വയസ്സുള്ള ആസാംകാരിയായിട്ടുള്ള മായ ഗോഗോയ് എന്ന് പറയുന്ന പെൺകുട്ടിയും എത്തിയത്. അവിടെ അവരുടെ സിസ്റ്ററിൻ്റെ ഒപ്പം താമസിച്ചായിരുന്നു അവർ ജോലിക്കും മറ്റും പോകുന്നുണ്ടായിരുന്നതും പഠിക്കുന്നുണ്ടായിരുന്നതും. അന്ന് കൃത്യമായി പറഞ്ഞാൽ നവംബർ 23, 2024, ഏകദേശം ഒരു 2-3 മാസങ്ങൾക്ക് മുൻപാണ് ഈ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്നത്. അന്ന് രാവിലെ വീട്ടിൽ നിന്ന് മായ ഇറങ്ങുമ്പോൾ സിസ്റ്ററിൻ്റെ അടുത്ത് പറയുകയാണ്, ഇന്ന് ഓഫീസിൽ ഒരു പാർട്ടി ഉണ്ട്, ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ട് വരുള്ളൂ എന്നുള്ളത്. അങ്ങനെ ഈവനിങ് ആയി, നൈറ്റായി. ആ ഒരു ടൈമിൽ മായയുടെ ഫോണിൽ നിന്നും സിസ്റ്ററിൻ്റെ ഫോണിലോട്ട് മറ്റൊരു മെസ്സേജ് വരികയാണ്, പാർട്ടി കഴിഞ്ഞിട്ടില്ല, എന്തായാലും ലേറ്റ് ആവും, ലേറ്റ് ആയിട്ട് പിന്നെ ഞാൻ വേറൊരു സമയത്ത് അങ്ങോട്ട് വരുന്നില്ല, ഞാനിവിടെ എന്തായാലും സ്റ്റേ ചെയ്യാനുള്ള ഒരു പരിപാടിയാണ്, നാളെ കാണാമെന്നുള്ള തരത്തിലുള്ളൊരു മെസ്സേജ് ആയിരുന്നു അത്. മായയുടെ സിസ്റ്റർ ആണെന്നുണ്ടെങ്കിലും അത് വളരെ കാഷ്വലായിട്ടായിരുന്നു എടുത്തത്. എന്നാൽ പിറ്റേ ദിവസമായിട്ടും മായയുടെ അടുത്ത് നിന്ന് യാതൊരു റെസ്പോൺസും ഉണ്ടായിരുന്നില്ല. കോൾ വിളിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ കണക്റ്റ് ആകുന്നുമില്ല. അതുപോലെ തന്നെ മായ എവിടെയാണ് എന്താണെന്നുള്ളതിനെക്കുറിച്ച് യാതൊരു ഐഡിയയുമില്ല. അങ്ങനെ സിസ്റ്റർ നേരെ മായയുടെ ഫ്രണ്ട്സിനെ കോൺടാക്ട് ചെയ്യാണ്. അവർക്കൊന്നും തന്നെ മായ എങ്ങോട്ടാണ് പോയതെന്നുള്ളത് അറിയില്ല. അങ്ങനെ ആ ഒരു കമ്പനിയിലോട്ട് പോയി അവിടെ അന്വേഷിച്ചപ്പോഴാണ് സിസ്റ്റർ ഞെട്ടിക്കുന്ന ഒരു കാര്യം മനസ്സിലാക്കിയത്. അതായത് കഴിഞ്ഞ ദിവസം മായ ജോലിക്ക് വന്നിട്ടുമില്ല, മായ പറഞ്ഞ പോലെ തന്നെ ഒരു പാർട്ടി അവിടെ നടന്നിട്ടുമില്ല. ഇതൊക്കെ കേട്ട മായയുടെ സിസ്റ്റർ ആകപ്പാടെ പേടിച്ചു. അവർ ആകപ്പാടെ കൺഫ്യൂസ്ഡ് ആയി. ഇനി എങ്ങാനും മായ ആസാമിലോട്ട് തിരിച്ചു പോയിട്ടുണ്ടോ എന്നുള്ള സംശയങ്ങളൊക്കെ അവർക്ക് വന്നു. അവർ ആസാമിലുള്ള റിലേറ്റീവ്സിനെ വരെ വിളിച്ചു ചോദിച്ചു മായ അങ്ങോട്ട് വന്നിട്ടുണ്ടോ എന്നുള്ളത്. എന്നാൽ ആർക്കും തന്നെ മായ എങ്ങോട്ട് പോയി എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു ഐഡിയയും ഉണ്ടായിരുന്നില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ അന്ന് മായ എങ്ങോട്ടാണ് പോയത്, മായക്ക് എന്താണ് സംഭവിച്ചത്, അതുപോലെ തന്നെ പോലീസുകാർ മായയെ കണ്ടെത്തിയോ? കഴിഞ്ഞ നവംബറിൽ ബാംഗ്ലൂരിനെ തന്നെ ഞെട്ടിച്ച ഒരു കഥയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. മായ എന്ന് പറയുന്ന പെൺകുട്ടി ആസാമിലെ ഗുവാഹട്ടിയിലാണ് ജനിച്ചു വളർന്നത്. വളരെ ചെറുപ്പത്തിലെ തന്നെ മായയുടെ പാരൻസ് മരണപ്പെടുകയായിരുന്നു. അതിനുശേഷം മായ അവരുടെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ ആയിരുന്നു നിന്നിരുന്നത്. അതായത് ഗ്രാൻഡ് മദറിൻ്റെ കൂടെയും അവരുടെ അങ്കിളിൻ്റെ കൂടെയൊക്കെ ആയിരുന്നു നിന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ചെറുപ്പത്തിലെ പാരൻസിൻ്റെ ലവും കാര്യങ്ങളൊന്നും കിട്ടിയിരുന്നില്ല. അതേപോലെ തന്നെ വളരെ ചെറുപ്പത്തിലെ തന്നെ ആ ഒരു പെൺകുട്ടി മെച്യൂർഡ് ആവുകയാണ്. ഇനി ഇവരെ ബുദ്ധിമുട്ടിക്കാനായിട്ട് പാടില്ല, തൻ്റെ കാര്യം താൻ തന്നെ നോക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലോട്ട് ആ ഒരു പെൺകുട്ടി വരികയാണ്. അങ്ങനെയാണ് 4 വർഷങ്ങൾക്ക് മുൻപ് തൻ്റെ സിസ്റ്ററിൻ്റെ അടുത്തോട്ട് ബാംഗ്ലൂരിലോട്ട് ഈ പെൺകുട്ടി എത്തുന്നത്. അവിടെ താമസിച്ച് പഠിച്ച് ജോലി ചെയ്ത് ജീവിക്കാം എന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ടായിരുന്നു ആ പെൺകുട്ടി അങ്ങോട്ട് എത്തിയത്. അപ്പോൾ ആ പെൺകുട്ടി അവിടെ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യാനും അതുപോലെ തന്നെ പഠിക്കാനും തുടങ്ങുകയായിരുന്നു. അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ അത്യാവശ്യം സ്മൂത്ത് ആയിട്ടായിരുന്നു ആ പെൺകുട്ടിയുടെ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നത്. അങ്ങനെ പഠിപ്പും ജോലിയൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഏപ്രിൽ 2024 ഡേറ്റിംഗ് ആപ്പിൽ അവർക്കൊരു മാച്ച് വരുന്നത്. ആ ഒരു മാച്ച് അവരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാകില്ല. അപ്പോൾ മാച്ച് വന്നത് 21 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ആരവ് ഹാനോയ് എന്ന് പറയുന്ന ഒരു പയ്യൻ്റേതായിരുന്നു. അങ്ങനെ അവർ പരസ്പരം ചാറ്റ് ചെയ്യാനും സംസാരിക്കാനും ഒക്കെ തുടങ്ങി. കേരളത്തിലെ കണ്ണൂർ സ്വദേശിയായിരുന്നു ആരവ്. ആരവിൻ്റെ ചെറുപ്പകാലം അത്ര വലിയ സുഖമുള്ള ഒരു സമയമായിരുന്നില്ല ആരവിന്. അതായത് ചെറുപ്പത്തിലെ തുടങ്ങിയിട്ട് സ്കൂളിൽ കുട്ടികൾ അപ്പോൾ അതിനെ ബുള്ളി ചെയ്യാറുണ്ടായിരുന്നു, കോർണർ ചെയ്യാറുണ്ടായിരുന്നു, ഉപദ്രവിക്കാറുണ്ടായിരുന്നു. അതേപോലെ തന്നെ വീട്ടിലത്തെ ഒരു സിറ്റുവേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്യൂസ് ആയിരുന്നു. അച്ഛനും അമ്മയും തമ്മിൽ എന്നും അടിയായിരുന്നു. അങ്ങനെ പ്രശ്നങ്ങൾ വഷളായി അവസാനം അച്ഛനും അമ്മയും ഡിവോഴ്സ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലോട്ട് കാര്യങ്ങളെത്തി. അപ്പോൾ ഈ ഒരു അച്ഛൻ്റെ അമ്മയുടെ ഡിവോഴ്സിന് ശേഷം ഈ ഒരു പയ്യൻ്റെ ലൈഫ് സ്മൂത്തായിട്ട് മുന്നോട്ട് പോയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, പിന്നെയും പ്രശ്നങ്ങളായിരുന്നു. അതായത് അതിനുശേഷം അമ്മ രണ്ടാമത് ഒരു വിവാഹം കഴിക്കുകയാണ്. ആ ഒരു വിവാഹം സ്മൂത്തായിട്ട് മുന്നോട്ട് പോയോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതുമില്ല, അതിലും ഒരുപാടധികം പ്രശ്നങ്ങൾ വരികയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഈ എന്താ പറയുക മുത്തശ്ശൻ ആരവിനെ താൻ ഏറ്റെടുക്കാമെന്ന് ആരവിൻ്റെ അമ്മയോട് പറയുന്നത്. ആൾ റിട്ടയർഡ് ആയിട്ടുള്ള ഒരു ഓഫീസർ ആയിരുന്നു. തൻ്റെ പേരക്കുട്ടിയുടെ കാര്യങ്ങൾ ഇനി താൻ നോക്കാമെന്ന് അദ്ദേഹം പറയുകയാണ്. അങ്ങനെ ആരവ് പിന്നീട് ആളുടെ കൂടെയായിരുന്നു ജീവിച്ചിരുന്നത്. അതിൻ്റെ വേറൊരു കാരണം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ വിവാഹം പ്രശ്നമായിട്ട് ആരവിൻ്റെ അമ്മ അത് ഡിവോഴ്സ് ചെയ്തിട്ട് മൂന്നാമതൊരു വിവാഹം കഴിക്കുന്ന ഒരു സിറ്റുവേഷനിലോട്ട് വരെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ മുത്തശ്ശൻ്റെ എന്താ പറയുക അണ്ടറിലും ആരവിന് നല്ലൊരു ജീവിതമായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ല. ആ ഒരു പയ്യന് പഠിക്കുന്നതിലൊക്കെ ഭയങ്കര വീക്കായിരുന്നു, മര്യാദക്കൊന്നും പഠിച്ചിരുന്നില്ല. എങ്ങനെയൊക്കെയോ സ്കൂളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കോളേജിൽ പോകാനും തുടങ്ങി. ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ്റെ കോഴ്സായിരുന്നു ആരവ് എടുത്തത്. എന്നാൽ അവിടെയും മര്യാദക്ക് പഠിക്കാതെ തോറ്റുപോവുകയായിരുന്നു. അതിനുശേഷം എങ്ങനെ ജീവിക്കും എന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ബാംഗ്ലൂരോട്ട് പോകാമെന്നുള്ളൊരു ചിന്തയിലോട്ട് ആൾ എത്തുകയാണ്.
അങ്ങനെയാണ് മാർച്ച് 2024 ആൾ ബാംഗ്ലൂരോട്ട് വണ്ടി കയറുന്നത്. അവിടെ പറയത്തക്കതായിട്ടുള്ള ഫ്രണ്ട്സോ അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ജോലിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ആൾക്ക്. ആള് ഇങ്ങനെ അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ആ ഒരു ടൈമിലാണ് ബംബിൾ ത്രൂ ഈ ഒരു മായയെ പരിചയപ്പെടുന്നത്. പിന്നീട് അവരൊരുപാട് സംസാരിച്ചു. മായയുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ആരവിനോട് പറഞ്ഞു. ആരവാണെന്നുണ്ടെങ്കിൽ തനിക്ക് ചെറുപ്പത്തിലെ തുടങ്ങിയിട്ടുണ്ടായിട്ടുള്ള ഇഷ്യൂസ് എല്ലാം തന്നെ ഈ മായയുടെ അടുത്തും പറയുകയാണ്. അവർ നല്ല രീതിയിൽ ക്ലോസ് ആവുകയാണ്. എന്നാൽ ഈ ആരവിനെ കുറിച്ച് മായയുടെ റിലേറ്റീവ്സിനോ ഫ്രണ്ട്സിനോ ആർക്കും തന്നെ അറിയില്ലായിരുന്നു. അതായത് ആരവിനെ ആരുടെ അടുത്തും അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഈ ഒരു നവംബർ 24 ഇതേപോലെ ഒരു പാർട്ടി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മായ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അതിനുശേഷമാണ് മായ മിസ്സിംഗ് ആവുന്നതും പിന്നീട് പോലീസിലൊക്കെ കംപ്ലൈൻറ്റ് കൊടുക്കുന്നതും. അങ്ങനെ ഇരിക്കുകയാണ് നവംബർ 26 ഇന്ദിരാനഗർ പോലീസ് സ്റ്റേഷനിലോട്ട് ഒരു കോള് വരുന്നത്. റോയൽ ലിവിംഗ് ഹോട്ടലിൽ നിന്നായിരുന്നു അത്തരത്തിലുള്ളൊരു കോള് വന്നത്. അപ്പോൾ അവിടെ നിന്ന് വിളിച്ച ആളുകൾ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞു, 3 ദിവസങ്ങൾക്ക് മുൻപ് മായ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഇവിടെ വന്ന് റൂം എടുത്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ 1-2 ദിവസമായിട്ട് അവരുടെ വലിയ റെസ്പോൺസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് റൂമിൽ പോയി ചെക്ക് ചെയ്തതാണ്. അപ്പോഴാണ് ഞെട്ടിക്കുന്ന ഒരു കാഴ്ച കണ്ടത്. ആ ഒരു പെൺകുട്ടി അവിടെ ക്രൂരമായിട്ട് മരിച്ചെടുക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അത്. അപ്പോൾ ആ ഒരു വിവരം ഒരു പോലീസിനെ അറിയിക്കുകയായിരുന്നു. പോലീസുകാർ ആ ഒരു വിവരം അറിഞ്ഞ് നേരെ തന്നെ അങ്ങോട്ട് എത്തുകയും ചെയ്തു. പോലീസുകാർ വന്ന് നോക്കുമ്പോൾ ബെഡിൽ രക്തത്തിൽ കുളിച്ച് കുത്തേറ്റ് കിടക്കുന്ന ഈ ഒരു മായയായിരുന്നു കണ്ടത്. മായയുടെ അടുത്ത് തന്നെ മായയുടെ സെൽഫോൺ ഉണ്ട്. പിന്നെ താഴെ ഒരു മഞ്ഞ നൈലോൺ കയറും കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പോലീസുകാർ ആ ഹോട്ടലിലത്തെ CCTVയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാണ്. അപ്പോൾ നവംബർ 24 ഒരു ഉച്ചക്ക് 12:45 ടൈമിന് ആരവും മായയും വന്നിങ്ങായിട്ട് റൂമിൽ ചെക്ക് ഇൻ ചെയ്യുന്നതിൻ്റെ വിഷ്വൽസ് പോലീസിന് ലഭിക്കുകയാണ്. ആ ഒരു ടൈമിൽ മായ നല്ല ഹാപ്പി ആയിരുന്നു. മുഖത്ത് വേറെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. റൂമിൻ്റെ അകത്തോട്ട് കയറുന്നത് വരെയുള്ള CCTV വിഷ്വൽസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും അവർ തമ്മിലൊരു പ്രശ്നമുള്ളതായിട്ടും ആ ഒരു വിഷ്വൽസിൽ നിന്നൊന്നും തന്നെ തോന്നുന്നുണ്ടായിരുന്നില്ല. എന്നാൽ റൂമിൻ്റെ അകത്ത് കയറിയ മായ പിന്നീട് പുറത്തോട്ട് വന്നിട്ടേയില്ല. അതിനുശേഷമൊക്കെ നോക്കുന്ന ഫുട്ടേജിൽ ആരും ഇതേപോലെ തന്നെ ഇടയ്ക്കൊക്കെ പുറത്തു വരുന്നുണ്ട്. എന്നാൽ മായ അതിനുശേഷം ആ ഒരു മുറിയുടെ പുറത്തോട്ടേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ലാസ്റ്റ് ഇവർ നോക്കുമ്പോൾ നവംബർ 26 ഒരു രാവിലെ ഒരു 8 മണി ടൈമിലാണ് ആരവ് അതേപോലെ ഹോട്ടലിൽ നിന്ന് ലാസ്റ്റായിട്ട് പുറത്തിറങ്ങുന്നത്. പിന്നീട് അവർ ആ ഒരു CCTV ഫോളോ ചെയ്ത് നോക്കിയപ്പോൾ പുറത്ത് ഇതേപോലെ തന്നെ ഒരു ക്യാബ് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. ഈ പയ്യൻ നേരെ ആ ഒരു ക്യാബിൽ കയറിയിട്ട് പോവുകയായിരുന്നു. അപ്പോൾ പോലീസുകാർ നേരെ ആ ഒരു ക്യാബ് ട്രാക്ക് ചെയ്യാണ്. അതിൻ്റെ നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ വെച്ച് അതിൻ്റെ ഡ്രൈവറെ കണ്ടുപിടിച്ചു. അയാളുടെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ ആ ഒരു ഹോട്ടലിൻ്റെ അവിടെ നിന്നൊരു പയ്യനെ പിക്ക് ചെയ്തെന്നും ആ പയ്യനെ നേരെ കൊണ്ട് റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് ഇറക്കിയതെന്നും ആ ഒരു ക്യാബ് ഡ്രൈവർ പോലീസുകാരുടെ അടുത്ത് പറയുകയായിരുന്നു. അങ്ങനെ പോലീസുകാർ ആരവിൻ്റെ ഫോൺ നമ്പർ ട്രാക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. അതിനോടൊപ്പം തന്നെ ഒരു 3 ടീം ഫോം ചെയ്യാണ്. ഒരു ടീം ഇലക്ട്രോണിക് എവിഡൻസും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാൻ നിൽക്കുന്ന ടൈമിൽ ഒരു ടീം നേരെ കേരളത്തിലോട്ട് പോവുകയാണ്. ഒരു ടീം നേരെ നോർത്ത് ഇന്ത്യയിലോട്ട് പോവുകയും ചെയ്തു. ആരവിൻ്റെ ഫോൺ സിഗ്നൽ പരിശോധിച്ചപ്പോൾ പോലീസിനൊരു കാര്യം മനസ്സിലായി. ആരവ് നേരെ ബാംഗ്ലൂരിൽ നിന്ന് റായ്പൂർ പോയി, അവിടെ നിന്ന് മധ്യപ്രദേശിലോട്ട് പോയി, അവിടെ നിന്ന് വാരണാസിക്കൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മൂപ്പര് കറങ്ങി തിരിഞ്ഞ് തിരിച്ചു വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ അത്രയും പൈസ ഇല്ലാത്തത് കൊണ്ട് തന്നെ പൈസ തീരുമ്പോൾ തിരിച്ച് ബാംഗ്ലൂരോട്ടോ അല്ലാന്നുണ്ടെങ്കിൽ കേരളത്തിലോട്ടോ വരാനുള്ളൊരു സാധ്യതയുണ്ടെന്നുള്ളൊരു നിഗമനത്തിൽ പോലീസുകാർ ആ ഒരു പയ്യനിങ്ങനെ ട്രാക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. പോലീസ് പ്രതീക്ഷിച്ചതുപോലെ തന്നെ നവംബർ 30 ദേവനഹള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഈ ഒരു പയ്യനെ പോലീസുകാർ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. പിന്നീട് നടന്ന ക്വസ്റ്റ്യൻ ചെയ്യലിലാണ് എന്തൊക്കെയാണ് നടന്നതെന്നുള്ളത് പോലീസിന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. എന്നാൽ അതിനു മുൻപ് പോലീസിന് വേറൊരു സംശയം ഉണ്ടായിരുന്നു. ഈ ഒരു പയ്യൻ്റെ മൊബൈൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തപ്പോൾ ഈ പയ്യൻ 24 കിച്ചൺ നൈഫും അതുപോലെ തന്നെ നൈലോൺ കയറും സെപ്റ്റോയിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 26 ആ പയ്യൻ ആ ഹോട്ടൽ മുറിയിൽ നിന്ന് പുറത്തോട്ട് പോകുന്നത്. അതുപോലെ തന്നെ നോക്കുമ്പോൾ ഓട്ടോപ്സി റിപ്പോർട്ടിലും 24 മായ കൊല്ലപ്പെട്ടിട്ടുണ്ടായത്. അപ്പോൾ ബാക്കിയുള്ള 2 ദിവസം ആ ഒരു പയ്യൻ ആ മുറിയിൽ എന്താണ് ചെയ്തത് എന്നുള്ളൊരു സംശയം പോലീസിനുണ്ടായിരുന്നു. അങ്ങനെ പോലീസ് ഈ ഒരു പയ്യനെ ക്വസ്റ്റ്യൻ ചെയ്യാണ്. അപ്പോൾ ഈ പയ്യൻ പറഞ്ഞു ഇതേപോലെ ഒരു ഡേറ്റിംഗ് ആപ്പിലൂടെയാണ് മായയെ താൻ പരിചയപ്പെട്ടത്. പിന്നെ മായയുടെ ഒരു ലൈഫ് സ്റ്റൈൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാടധികം ആൺസുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഫ്രണ്ട്സുമായിട്ട് കറങ്ങാൻ പോകുന്നത്, ഫോട്ടോസ്, അതേപോലെ തന്നെ സ്റ്റോറീസ് കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുന്നതൊക്കെ പതിവായിട്ടുള്ളൊരു കാര്യമായിരുന്നു. റെഗുലറായിട്ട് സാധാരണഗതിയിൽ കുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ ആ ഒരു പെൺകുട്ടിയും ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്നും ആരവിന് തീരെ ഇഷ്ടമായിരുന്നില്ല. ആള് ഭയങ്കര പൊസസീവ് ആയിട്ടുള്ള ഒരാളായിരുന്നു. ഈ മായയുടെ ക്യാരക്ടർ എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇടയ്ക്ക് പുറത്ത് പോകാറുണ്ടായിരുന്നു. അങ്ങനെ അതേപോലെ ഒരു എന്താ പറയുക യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. പിന്നെ ഇൻസ്റ്റഗ്രാമിൽ മറ്റൊരു കണ്ടൻറ്റൊക്കെ ക്രിയേറ്റ് ചെയ്യാറുണ്ടായിരുന്നു. എന്നാൽ ആരവ് ഈ പറഞ്ഞ പോലെ ഭയങ്കര ഇൻട്രോവേർട്ട് ആയിരുന്നു. ആരും ഫ്രണ്ട്സും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ഇത് വെച്ചെങ്കിൽ മായയെ കമ്പയർ ചെയ്യുമ്പോൾ ആൾ ഭയങ്കരമായിട്ട് പൊസസീവായിട്ട് ബിഹേവ് ചെയ്യാനായിട്ട് തുടങ്ങി. അതായത് ആരവിന് മായ വേറെ ആരോടും സംസാരിക്കുന്നത് പോലും ഇഷ്ടമായിരുന്നില്ല.
അപ്പോൾ ആരവിനാണെന്നുണ്ടെങ്കിൽ അവിടെ ജോലിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തിരിച്ച് കേരളത്തിലോട്ട് വരേണ്ടി വന്നു. അപ്പോൾ അതിനുശേഷം ഇവർ ഫോൺ ത്രൂ ആയിരുന്നു കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഇവർ സംസാരിച്ചതിൻ്റെ ഇടയിൽ ഈ മായ ആരവിനുള്ള ജോലി നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാംഗ്ലൂർ. അപ്പോൾ മായ താൻ മുന്നേ വർക്ക് ചെയ്തിരുന്ന കമ്പനികളിലും മറ്റുമൊക്കെ നോക്കുകയാണ് ആരവിനൊരു ജോലി. ഇതിനിടയിൽ ആരവ് മായയോട് പറഞ്ഞു, ഞാൻ തിരിച്ച് ബാംഗ്ലൂരോട്ട് വന്നതിന് ശേഷം നമുക്ക് ലിവിങ് ടുഗദർ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്. എന്നാൽ മായ അതിന് ഓക്കെ ആയിരുന്നില്ല. മായ പറഞ്ഞു, എൻ്റെ ഫാമിലി സമ്മതിക്കില്ല, ഞാൻ എൻ്റെ സിസ്റ്ററിൻ്റെ കൂടെയാണ് നിൽക്കുന്നത്, അതൊന്നും പറ്റുന്നില്ല, നീ എന്തായാലും ഇപ്പം ഇങ്ങോട്ട് പോവാ, ഞാൻ ജോലി ശരിയാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ മായ പണ്ട് വർക്ക് ചെയ്തിരുന്ന ഒരു കമ്പനിയിൽ ഒരു ജോലി തരപ്പെടുത്തി കൊടുക്കുകയാണ്. അങ്ങനെ ഈ ഒരു പയ്യൻ വന്ന് അവിടെ ജോലിക്ക് ജോയിൻ ചെയ്യുകയും ചെയ്തു. ആ ഒരു സമയത്താണ് പിന്നീട് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതായത് നവംബർ 23 നമുക്ക് ഒരുമിച്ച് എവിടെയെങ്കിലും പുറത്തു പോകാമെന്നുള്ള കാര്യം ഈ ഒരു ആരവ് ഈ മായയുടെ അടുത്ത് പറയുകയാണ്. മായാണെന്നുണ്ടെങ്കിൽ അതിന് ഓക്കെ പറയുകയും ചെയ്തു. പിന്നീട് അവർ രണ്ടുപേരും എന്താ പറയുക മീറ്റ് ചെയ്തു പുറത്ത് വെച്ചിട്ട്. അതിന് ശേഷം ആ ഒരു ഹോട്ടലിലോട്ട് വന്ന് റൂം എടുക്കുകയായിരുന്നു. ഇന്ദിരാനഗറിൽ റോയൽ ലിവിംഗ് ഹോട്ടലിലായിരുന്നു അവർ റൂം എടുത്തത്. അതിന് ശേഷം എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്കിടയിൽ ഒരു ആർഗ്യുമെൻ്റ് ഉണ്ടായെന്നാണ് പറയുന്നത്. എന്താണ് സത്യത്തിൽ ഇവർക്കിടയിൽ ഉണ്ടായ ആ ആർഗ്യുമെൻ്റ് എന്നുള്ളത് ഈ ഒരു പയ്യൻ പുറത്ത് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും വളരെയധികം ക്ഷുഭിതനാവുകയാണ്. ഈ ഒരു പെൺകുട്ടി എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം എന്നുള്ളൊരു ചിന്തയിലോട്ട് ആ പയ്യൻ എത്തുകയാണ്. അതിനുശേഷമാണ് സെപ്റ്റോയിൽ കത്തിയും അതുപോലെ തന്നെ എന്താ പറയുക കയറും ഓർഡർ ചെയ്തത്. അതിനുശേഷം എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പയ്യൻ ആ പെൺകുട്ടിയെ വളരെ ക്രൂരമായിട്ട് കത്തി ഉപയോഗിച്ച് കുത്തുകയും അതുപോലെ തന്നെ ആ ഒരു കയർ ഉപയോഗിച്ച് കഴുത്ത് ഞെരിക്കുകയും ചെയ്യുകയായിരുന്നു. അങ്ങനെ വളരെ ക്രൂരമായിട്ടായിരുന്നു ആ പെൺകുട്ടിയെ ഇയാൾ കൊലപ്പെടുത്തിയത്. അതിനുശേഷം എന്ത് ചെയ്യുമെന്ന് അറിയാതെ ആ മുറിയിൽ തന്നെയായിരുന്നു ആ പയ്യൻ ഇരിക്കുന്നുണ്ടായിരുന്നത്. മര്യാദക്ക് ഫുഡൊന്നും കഴിക്കാതെ വെറും സിഗരറ്റ് വലിച്ച് ആ ഒരു മുറിയിൽ ഇരിക്കുകയായിരുന്നു. പിന്നീടാണ് ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല, പോലീസ് പിടിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് 26 രാവിലെ ഒരു 8:30 ടൈമൊക്കെ ആയപ്പോഴത്തേനും നേരെ ഒരു ക്യാബ് ബുക്ക് ചെയ്തിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുന്നതും അവിടെ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ പയ്യൻ നേരെ കറങ്ങി തിരിഞ്ഞ് വാരണാസി പോയി തിരിച്ച് ബാംഗ്ലൂർ വരുന്നതും പിന്നീട് പോലീസുകാർ പിടിക്കുന്നതും പിന്നീട് ബാക്കിയുള്ള സ്റ്റോറീസും കാര്യങ്ങളൊക്കെ അറിയുന്നതും. എന്തൊക്കെയാണെങ്കിലും കേസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പയ്യനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജയിലിലുമാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റോറി നിങ്ങൾ ഇതിനു മുൻപ് കേട്ടിട്ടുണ്ടോ? ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയുക കൂടുതൽ ഡീറ്റെയിൽസും മറ്റും അറിയുകയാണെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റുകളിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ ആൻഡ് ഇറ്റ്സ് മീ റദീൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.